കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോളേജ് ഡേയുടെ വീഡിയോ ആയിട്ട് ഞാൻ വരാമെന്ന് ഞാൻ ദാ വന്നിരിക്കുകയാണ്. കാര്യം പരിപാടി തുടങ്ങുന്നത് ഒരു 5:30 ഞങ്ങളൊരു 10 മണിയാകുമ്പോഴത്തേനോ എല്ലാവരും കോളേജിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങളോട് എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങൾ വന്നത് തന്നെ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞിരുന്നു. ഒരു പ്രാവശ്യം റിഹേഴ്സലൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ റെഡി ആവാൻ തുടങ്ങാണ്. ജസ്റ്റ് ഒന്ന് തല കെട്ടി വെച്ചു എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണല്ലോ വലിയ ടാസ്ക് എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഫുഡ് വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഓർഡർ ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറേ കാലത്ത് പ്ലാനിങ് നടന്ന സന്തോഷമാണോ അതോ വിശപ്പോണ്ടാണോ ഇനി ബിരിയാണി നന്നായോണ്ടാണോ എന്നൊന്നും അറിയില്ല. ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇനിയാണ് പണി വരാൻ പോകുന്നത്. എല്ലാവർക്കും ഉറക്കം വരാൻ തുടങ്ങി ബിരിയാണി വെച്ചിട്ട്. എന്നാലും ഞങ്ങൾ ഒട്ടും ലേറ്റ് ആക്കാണ്ട് തന്നെ മേക്കപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 7 ആൾക്കാരാണല്ലോ ഉള്ളത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് മേക്കപ്പ് ചെയ്ത് തരാൻ ആരുമില്ല. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹായിച്ചിട്ട് തന്നെയാണ് മേക്കപ്പ് ചെയ്യുന്നത്. അപ്പോഴാണ് ഞങ്ങളൊരു സത്യം മനസ്സിലാക്കിയത്. ഇനി എങ്ങാനും B.Ed പഠിച്ച ജോലി കിട്ടിയില്ലെങ്കിലും ഈ മേഖലയിൽ ഒരു കൈ നോക്കാവുന്നതാണ്. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ കുറച്ച് പേര് നമ്മളോട് വന്ന് പറഞ്ഞിട്ടോ തീരെ ടൈമില്ല, പെട്ടെന്ന് റെഡി ആവണം, നിങ്ങളുടെ സെക്കൻഡ് ഡാൻസ് ആണെന്ന്. അങ്ങനെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ ധൃതി പിടിച്ച് റെഡി ആയിട്ടുണ്ടായിരുന്നു. എനിക്കിത് കണ്ട ഭയങ്കര സന്തോഷമായി. കാരണം നമ്മുടെ ഹാർഡ് വർക്കാണല്ലോ നമ്മുടെ മുഖത്ത് കാണുന്ന എന്നുള്ളതിൽ. അങ്ങനെ നമ്മൾ കുറച്ച് റീൽസ് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് നമ്മൾ ആ റിയാലിറ്റിയിലേക്ക് എത്തിയത്. നമ്മൾ റെഡിയായത് ഒരുപാട് നേരത്തെ ആയിരുന്നു. അതായത് പ്രോഗ്രാം തുടങ്ങാൻ നല്ലോണം വൈകിട്ടുണ്ടായിരുന്നു. കുറേ നേരം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിരുന്നു. പിന്നെ വെയിലുണ്ടായിരുന്നതുകൊണ്ട് തന്നെ പുറത്ത് നമുക്ക് അധികം നേരം നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇരുന്നിരുന്നിരുന്ന് മുഷിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മുടിയൊക്കെ നല്ല ടൈറ്റായിട്ട് കെട്ടിയോണ്ട് എല്ലാവർക്കും തലവേദനിക്കാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അറ്റ് ലാസ്റ്റ് നമ്മൾ സ്റ്റേജിൽ പോയി ഡാൻസ് കളിച്ചിട്ടോ എവിടെയോ നമുക്ക് ഇങ്ങനെ ഉള്ളിൽ ഇത് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആക്കണം എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ കളിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അത്യാവശ്യം വഹിക്കാൻ പറ്റുന്ന മേക്കപ്പും കാര്യങ്ങളൊക്കെ അയച്ചു. പിന്നെ ഉണ്ടായിരുന്ന ടാസ്ക് ഡ്രസ്സും ഓർണമെന്റ്സ് ഒക്കെ എണ്ണി തിട്ടപ്പെടുത്തി കറക്റ്റ് ആയിട്ട് ആളെ ഏൽപ്പിക്കുക എന്നുള്ളതായിരുന്നു. പ്രോഗ്രാമിന് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഒരൊറ്റ പരിപാടി പോലും നമുക്ക് നേരിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളൊന്ന് ഫ്രീ ആയി എത്തുമ്പോഴത്തേക്കും തന്നെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ നിന്ന് എല്ലാവരും വിളിക്കാൻ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മയാണ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇതാ വീട്ടിൽ പോവാണ്. പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഡാൻസ് വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യാം.